എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28-ലെ രണ്ടാമത്തെ ചോദ്യമാണ് അല്ലേ, അതായത് 29-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ, അതായത് ക്വാഡ്രിലേറ്റർ ABCD, ഒരു വലിയൊരു ക്വാഡ്രിലേറ്ററിൻ്റെ പടമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ AB, ആദ്യം ഈ AB എന്ന് പറഞ്ഞ വശം, അതും CD അല്ലെങ്കിൽ DC, ഈ രണ്ട് വശവും എന്താണ്, അത് പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ABയും CD-യും അല്ലെങ്കിൽ DC-യും എന്താണ്, അത് പാരലാണ്, അത് സമാന്തരമാണ്. പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ABയുടെ മിഡ് പോയിന്റ് ആണ് ഇത്, അതായത് ഇവിടെ നമുക്ക് M. അപ്പോൾ AB എന്ന് പറയുന്ന ലൈൻ, ഈ വരയുടെ അല്ലെങ്കിൽ വശത്തിന്റെ മിഡ് പോയിന്റ്, മധ്യബിന്ദുവാണ് M. മനസ്സിലായല്ലോ. അപ്പോൾ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ രണ്ട് ഭാഗങ്ങളും എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ രണ്ട് ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? AMCD, AMCD, പിന്നെയോ MBCD, MBCD. അതായത് AMCD എന്ന് പറഞ്ഞു നോക്കിയാൽ AMCD, ഇത് അല്ലേ. അപ്പൊ ഇത് ഒരു പാരലോഗ്രാം ആണോ, ഒരു സമാന്തരികമാണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ AMCD എന്ന് പറയുന്ന ഈ കോർഡിലേറ്റർ ഒരു സമാന്തരികമാണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ MBCD, ഏതാണ് MBCD? MBCD, ഇതും ഒരു പാരലോഗ്രാം ആണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് രണ്ടും പാരലോഗ്രാം ആണോ എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ AMCD എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി കടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. AMCD എന്ന് പറയുന്നത് ആദ്യം ഒരു പാരലോഗ്രാം ആണ്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം, ഒരു സമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അതായത് അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, മാത്രമല്ല അത് പാരലാവുകയും വേണം അല്ലേ. അവ പാരലായിരിക്കണം, സമാന്തരമായിരിക്കണം, മാത്രമല്ല അവ ഈക്വൽ ആയിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ വശങ്ങൾ ഇതെന്തായിരിക്കണം, പാരലായിരിക്കണം, മാത്രമല്ല ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു നമുക്കതിനെ ഒരു സമാന്തരികം എന്ന് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പം നമുക്ക് എന്ത് വേണം, ഇവിടെ ഇതൊരു സമാന്തരികമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് വശങ്ങൾ, അതായത് AM-ഉം DC-യും അല്ലേ, ഇത് ഈക്വൽ ആയിരിക്കണം, മാത്രമല്ല പാരലായിരിക്കുകയും വേണമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സൈഡ് എടുത്തു, AM എന്ന് പറയുന്ന സൈഡ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെ മൊത്തം 6 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലുണ്ട് ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എത്രയായിരിക്കും? മൊത്തം 6 ആണെങ്കിൽ ഇത് നമുക്കറിയാം 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡുകളൊന്ന് നോക്കിയേ. AM DC അല്ലേ, അത് രണ്ടിൻ്റെയും വശങ്ങൾ ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി അത് പാരലാണോ? പാരലാണ് അല്ലേ. നമ്മുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് ABയും CD-യും പാരലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എളുപ്പമായി, ഇത് രണ്ടും ഈക്വൽ ആണ്, പാരലാണ് അല്ലേ. അപ്പൊ ആ വിഷയം നമുക്ക് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡുകൾ നോക്കണം അല്ലേ. അപ്പൊ ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, മാത്രമല്ല നമ്മൾ പാരലാണെന്ന് കൂടി പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റില്ല അല്ലേ. അപ്പൊ നാം എന്ത് ചെയ്യണം? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ്, രണ്ട് ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ AMD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, അതുപോലെ MCD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് പറയാനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. പിന്നെ അത് ഈ രണ്ട് സൈഡുകളും പാരലാണെന്ന് കൂടി നമുക്ക് വേണം അല്ലേ. അപ്പൊ എന്ത് വേണ്ടി വരും? പാരലാവുക എന്ന് പറയാൻ എന്തായിരിക്കും? അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. മനസ്സിലായല്ലോ. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതും പാരലാണെന്ന് പറയാം അല്ലേ. പാരലാണെങ്കിൽ മാത്രമേ ഇത് ഈക്വൽ ആവുള്ളൂ. ഈ ആംഗിൾ ഇപ്പോൾ വ്യത്യാസം വിചാരിക്കുക, ഈ ആംഗിൾ ഇതിന്റെ ഒപ്പമല്ല, കുറച്ചും കൂടി കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പാരലാവോ? പാരലാവില്ല അല്ലേ. അപ്പൊ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് ലൈനുകൾ പാരലാവുള്ളൂ. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ വേണം?
ഇത് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. മാത്രമല്ല ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റും? ഇത് ഈക്വൽ ആണ്, മാത്രമല്ല പാരലൽ ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാം. അപ്പോൾ എഴുതാം: കൺസിഡർ ട്രയാങ്കിൾ AMD ആൻഡ് ട്രയാങ്കിൾ DCM. AMD ഈ ത്രികോണം എടുത്തു, അതുപോലെ തന്നെ DCM ഈ ട്രയാങ്കിൾ എടുത്തു. ഇനി ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നോക്കിയാൽ ഇതിൻ്റെ ഒരു വശം AM ഈസ് ഈക്വൽ ടു ഏതിന് ഈക്വൽ ആണ്? CD അല്ലേ, അല്ലെങ്കിൽ DC ആൻഡ് ഇത് പാരലാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി എഴുതാം: AM പാരലൽ ടു DC. ഇത് നമുക്ക് ഓൾറെഡി ചോദ്യത്തിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഗിവൺ അത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ വശവും ഈ വശവും കിട്ടി. ഈ വശം എന്താണ്? ഈ വശം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? DM സീക്വൽ ടു DM അല്ലേ. അത് അതിനോട് തന്നെ ഈക്വൽ ആണ്. ഇപ്പം നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഈ സൈഡ് കിട്ടി, ഈ സൈഡ് കിട്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ. ഈ ത്രികോണത്തിൻ്റെ ഈ സൈഡ് കഴിഞ്ഞു, ഈ സൈഡ് കഴിഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. ഈക്വൽ ആണ് അല്ലേ. ആംഗിൾ AMD സീക്വൽ ടു ആംഗിൾ MDC. അതേതാണ്? ആംഗിൾ AMD എന്ന് പറഞ്ഞാൽ AMD ഈ ആംഗിളും MDC ഈ ആംഗിളും ഈക്വൽ ആണ്. എന്താണ് കാരണം? നമുക്കറിയാം അതെന്ത് ആംഗിൾ ആണ്? ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് അല്ലേ. ആൾട്ടർനേറ്റ് ആംഗിൾ. അതായത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലേ, രണ്ട് പാരലൽ ലൈനിൽ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ മറുകോൺ എന്ന് പറയും അല്ലേ, മറുകോൺ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ത്രികോണത്തിന് രണ്ട് വശങ്ങൾ അതിൻ്റെ നടുവിലുള്ള ആംഗിൾ കിട്ടി, ഇതിൻ്റെ രണ്ട് സൈഡുകളും അതിൻ്റെ ഉള്ള ആംഗിളുകൾ കിട്ടി അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണ് അല്ലേ. ദെർഫോർ ട്രയാങ്കിൾ AMD ആൻഡ് ട്രയാങ്കിൾ DCM ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ത്രികോണങ്ങളാണ് അല്ലേ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയിക്കഴിഞ്ഞാൽ അവയുടെ കോണുകൾ, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ, ഇപ്പം നമ്മൾ ഈ രണ്ട് കോണുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഈ രണ്ട് കോണുകൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള വശവും ഇതിന് ഓപ്പോസിറ്റുള്ള വശവും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം ഈ രണ്ട് വശവും നമുക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AD സീക്വൽ ടു MC. ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആണ്. നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താണ്? പാരലോഗ്രാം ആവണമെങ്കിൽ അത് എന്തായിരിക്കണം? അത് പാരലായിരിക്കണം അല്ലേ. അപ്പോൾ പാരലായിരിക്കണമെങ്കിൽ ഏത് കോൺ ഈക്വൽ ആയിരിക്കണം? ഈ കോണും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ഇത്, ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ഇത് അല്ലേ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ആൻഡ് ആംഗിൾ DAM സീക്വൽ ടു ആംഗിൾ DCM. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് കോണുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും പാരലാണെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതിയത്. ആംഗിൾ DAM ഈസ് ഈക്വൽ ടു ആംഗിൾ DCM. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇത് രണ്ടും പാരലാണെന്ന് കൂടി പറയാം അല്ലേ. ദെർഫോർ AD ഈസ് പാരലൽ ടു MC. അതായത് ADയും MCയും പാരലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയെന്ത്? ഈ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്, പാരലാണ്. ഈ ഓപ്പോസിറ്റ് സൈഡുകളും ഈക്വൽ ആണ്, പാരലാണ് അല്ലേ. നമ്മൾ ആദ്യം എഴുതിയൊക്കെ AM ഈസ് ഈക്വൽ ടു DC ആൻഡ് AM പാരലൽ ടു DC. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. പിന്നെ ഇവിടെ എന്ത് എഴുതി? AD ഈസ് ഈക്വൽ ടു MC അല്ലേ. AD MCക്ക് ഈക്വൽ ആണ് ആൻഡ് അതുകൊണ്ട് എന്തായി?
എ ഡി പാരലൽ ടു എം സി അല്ലേ, ഈ ആംഗിൾ ഈക്വൽ ആണ്, അതുകൊണ്ട് എ ഡി. അപ്പോൾ എ ഡി എം സിക്ക് ഈക്വൽ ആണ്, മാത്രമല്ല എ ഡി പാരലൽ ടു എം സി. അപ്പോൾ നമുക്ക് ആവശ്യമായ 2 പോയിന്റുകളിൽ വന്നു. സോ എ എം സി ഡി ഈസ് എ പാരലോഗ്രാം. എ എം സി ഡി എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ്. അപ്പൊ ഇതിന്റെ കാര്യം കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? എം ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് എം ബി സി ഡി ഇത് ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കത് ഇതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാം. അപ്പൊ ഇത് എം ബി സി ഡി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഈ 2 ട്രയാങ്കിൾ ആണ് ഇനി എടുക്കേണ്ടത് അല്ലേ. അതാ കാരണം നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത്, കണ്ട. അപ്പൊ നമുക്ക് ഈ 2 ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഈ സൈഡും വരും, ഈ സൈഡും വരും അല്ലേ. അപ്പൊ നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ എം ബി സി. ഈ 2 ട്രയാങ്കിൾ ആണ് നമ്മൾ ഇപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് നോക്കിയാൽ 2 സൈഡുകൾ ഡി സിയും എം ബിയും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ നീളം 3 സെന്റിമീറ്റർ, ഇതിന്റെ നീളം 3 സെന്റിമീറ്റർ. അത് ഈക്വൽ ആണെന്നറിയാം. പിന്നെ ചോദ്യത്തിലുണ്ട് ഇത് രണ്ടും പാരലൽ ആണ് തന്നിട്ടുണ്ട് അല്ലെ. സി ഈസ് ഈക്വൽ ടു എം ബി. മാത്രമല്ല അത് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൻഡ് ഡി സി പാരലൽ ടു എം ബി. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് നമുക്ക് എവിടെയാണ് ആവശ്യം വരുന്നത്? അത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതിന്റെ ആവശ്യം വരും അല്ലെ. അപ്പൊ ഇവിടെയും നമുക്ക് അത് തന്നെയാണ്. നമുക്ക് ഇത്രയും കാര്യം എന്താണ്? നമുക്ക് ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യം വരും. ഇനി ഈ ലൈൻ നോക്കിയാൽ ഇത് 2 ട്രയാങ്കിളിന് കോമൺ വശമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എം സി സീക്വൽ ടു എം സി. എം സി സീക്വൽ ടു എം സി, അതായത് കോമൺ സൈഡ്. അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടി, ഈ സൈഡ് കിട്ടി അല്ലെ. ഇനി നോക്കിയാൽ ഇത് കോമൺ സൈഡ്. അങ്ങനെയാണെങ്കിൽ അതിനിടയിലുള്ള ആംഗിൾ ഇത് ആണല്ലോ. ഇവിടെ ഈ 2 വശങ്ങൾക്കും ഇടയിലുള്ള ആംഗിൾ ഏതാണ്? ഇത് അല്ലെ. അപ്പൊ ഈ 2 ആംഗിളുകളും ഈക്വൽ ആവില്ലേ? ഈക്വൽ ആവും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം. ആംഗിൾ ഡി സി എം സീക്വൽ ടു ആംഗിൾ ബി എം സി. ബി എം സി. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 40 ഡിഗ്രി. എന്താണ് കാരണം? നാം നേരത്തെ പറഞ്ഞ അതേ കാരണം അല്ലെ, ആൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് മറുകോൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ 2 സൈഡ് അതിനിടയിലുള്ള ആംഗിൾ അല്ലെ. ഇവിടെയും 2 സൈഡ് കിട്ടി അതിനിടയിലുള്ള ആംഗിൾ, അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിളുകളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലെ. ദർഫോർ ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ എം ബി സി ആർ ഈക്വൽ. അപ്പൊ ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളൊക്കെ തുല്യമായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശമാണിത്, ഇതിന്റെ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശമാണിത് അല്ലേ. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഡി എം ഈസ് ഈക്വൽ ടു എ സി ബി. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം? ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കിത് പാരലൽ ആണെന്ന് കൂടി പ്രൂവ് ചെയ്യണം അല്ലേ. എന്നാലേ നമുക്കിത് പാരലോഗ്രാം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ആംഗിളൊക്കെ ഇരിക്കലായിരിക്കണം? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പൊ അതും കൂടി നമുക്ക് എഴുതാം. ആംഗിൾ എം ഡി സി സീക്വൽ ടു ആംഗിൾ എം ബി സി. അതായത് എം ഡി സി എന്ന് പറഞ്ഞ ഈ ആംഗിളും എം ബി സി എന്ന് പറഞ്ഞ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം? നമുക്കറിയാം ഇത് കോമൺ സൈഡാണ്. കോമൺ സൈഡിന്റെ ഓപ്പോസിറ്റിലെ കോണ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റിലെ കോണ് ഇത് അല്ലേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 60 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ 2 സൈഡുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു, പിന്നെ ഈ 2 ആംഗിളുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ് എന്തായിരിക്കും? ആ 2 സൈഡും ഈക്വൽ ആണ്, മാത്രമല്ല അത് പാരലലും കൂടി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതാം. ദർഫോർ ഡി എം
പാരലൽ ടു സി ബി. അതായത് ഈ ആംഗിൾ തുല്യമായതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും? പാരലായിരിക്കും അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി ഇവിടെ? ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്, അത് പാരലാണ് അല്ലെ? നമുക്ക് ആദ്യമേ അറിയാം. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണ്, മാത്രമല്ല അവ പാരലാണ് അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് കിട്ടി നോക്കിയാൽ ഡി സി ഈക്വൽ ടു എം ബി ആൻഡ് ഡി സി പാരലൽ ടു എം ബി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡി അല്ലെ? ഡി എം ഈസ് ഈക്വൽ ടു സി ബി ആൻഡ് ഡി എം ഈസ് പാരലൽ ടു സി ബി. അപ്പൊ ഡി എം സി ബിക്ക് ഈക്വൽ ആണ്, മാത്രമല്ല ഡി എം സി ബിക്ക് പാരലാണ് അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മൾ എഴുതിയ പോലെ തന്നെ എം ബി സി ഡി എന്താണ്? ഒരു പാരലോഗ്രാം ആണ് അല്ലെ? അപ്പൊ സോ എം ബി സി ഡി കോർഡിലേറ്റർ എം ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ഇനി നമുക്കിതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണത്? ഈ 3 ട്രയാങ്കിൾസിലെ എല്ലാ ത്രികോണങ്ങളിലെയും ആംഗിളുകളെല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് അതിലെ രണ്ടാമത്തെ അതിലുള്ള സബ് ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താണ്? ട്രയാങ്കിൾ എ എം ഡി, ട്രയാങ്കിൾ എം ബി സി, ട്രയാങ്കിൾ ഡി സി എം ഇവയുടെ എല്ലാ കോണുകളും കാണണം. ഏതൊക്കെ ട്രയാങ്കിൾ നോക്കിയേ? എ എം ഡി അല്ലെ? ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കാണണം. പിന്നീട് എം ബി സി ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കാണണം. പിന്നെയോ ഡി സി എം ഇതിലെ എല്ലാ കോണുകളും കാണണം അല്ലെ? ഇപ്പൊ എല്ലാ കോണുകളും കാണാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോണുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കോണുകൾ കാണാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ഈ കോൺ മാത്രമേ തന്നിട്ടുണ്ടായുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോമൺ, രണ്ടിലുള്ള കോമൺ സൈഡാണ്. അതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് 40 തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇതും 40 എന്ന് കിട്ടി. അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. പിന്നെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളുകളും അല്ലെ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും അല്ലെ? അപ്പൊ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് കിട്ടിയ അല്ലെ? അപ്പൊ 40, ഇത് 40. പിന്നീട് നമുക്ക് ഇത് ചോദ്യത്തിൽ ഈ 60 ഡിഗ്രി ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് നമുക്കറിയാം ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 60 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ 60, ഇവിടെ 60. അങ്ങനെയാണ് നമുക്ക് ഇത്ര കോണുകൾ കിട്ടിയത്. ഇനി നമുക്ക് ബാക്കിയുള്ള കോണുകൾ കണ്ടാൽ മതി അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാൽ ആദ്യത്തെ ട്രയാങ്കിളിന് ബാക്കി ഇവിടെ ഒരു കോണുണ്ട് അല്ലെ? അതായത് ആംഗിൾ എ എം ഡി, ആംഗിൾ എ എം ഡി. ഈ ആംഗിൾ എത്ര വരും? നമുക്കറിയാം ഈ ആംഗിൾ നോക്കിയാൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം അല്ലെ? എന്താണ് കാരണം? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ? അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് 60 ആയിരിക്കണം അല്ലെ? അപ്പൊ ആംഗിൾ എ എം ഡി ഇസ് ഈക്വൽ ടു ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതായത് എം ഡി സി അതിന് ഈക്വൽ ആയിരിക്കും അല്ലെ? ആംഗിൾ എം ഡി സിയുടെ അളവിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എത്രയാണ് എം ഡി സി? 60 ഡിഗ്രി. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇതും നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കിയാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 180. അപ്പൊ 60, 40 കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആംഗിൾ എ ഡി എം സീക്വൽ ടു മൊത്തം 180. 180 നിന്ന് എന്ത് കുറയ്ക്കണം? ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലെ? 60 + 40 എത്ര വരും? സീക്വൽ ടു 180 - 100 സീക്വൽ ടു 80 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടി നമുക്ക് 80 ഡിഗ്രി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം അല്ലെ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അത് നോക്കിയാൽ ഇവിടെ 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ ഇവിടെ 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിൾ 80 ആണെങ്കിൽ ഈ 3 സെന്റിമീറ്റർ ഓപ്പോസിറ്റുള്ള ആംഗിളും 80 ആയിരിക്കും. കാരണം എന്താ? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ മൊത്തം 180 നിന്ന് 60, 40 കൂടി കൂട്ടി അതിൽ നിന്ന് 180 അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആംഗിൾ ഡി എം സി മനസ്സിലായല്ലോ? ഒന്നുകിൽ 180 നിന്ന് 100 കുറയ്ക്കുക അല്ലെ? അപ്പൊ കിട്ടും. അതല്ലെങ്കിൽ ഇത് 80 ആയതുകൊണ്ട് ഇത് 80. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലെ? 180. അപ്പൊ 180 നിന്ന് 60, 40 കൂടി കുറച്ചത് കൂട്ടിയാലും കുറച്ചാലും 180 നിന്ന് കുറച്ചാലും നമുക്കിത് കിട്ടും. അപ്പൊ പല വഴികളും ഉണ്ട്. അപ്പൊ ഏത് വഴിയിലൂടെ ആയാലും ഉത്തരം കിട്ടിയാൽ മതി. അപ്പൊ ആംഗിൾ ഡി എം സി ഈക്വൽ ടു ആംഗിൾ എ ഡി എം. അപ്പൊ ഇത് എ ഡി എമ്മിന് ഈക്വൽ ആണ് അല്ലെ? അത് 80 ഡിഗ്രി. അതല്ലെങ്കിൽ 180 നിന്ന് ഇത് കുറച്ച് എഴുതാം. അപ്പോഴും നമുക്ക് 80 ഡിഗ്രി. മനസ്സിലായല്ലോ? എങ്ങനെ കണക്കൂട്ടിയാലും നമുക്ക് 80 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ഒരേ ആംഗിൾ കൂടിയുള്ളൂ അല്ലെ? ഈ ആംഗിൾ കിട്ടണം. ഇത് കിട്ടാൻ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 180 നിന്ന് 60, 40, 100 കുറച്ച് ഇത് കിട്ടും അല്ലെ? അതല്ലെങ്കിലോ
3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത് അല്ലേ? ഇവിടെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ അത്ര 80. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിൾ 80 തന്നെ ആയിരിക്കും. അങ്ങനെയും കിട്ടും. അപ്പൊ ആംഗിൾ BCM ഈക്വൽ ടു, അപ്പൊ ഒന്നുകിൽ നമുക്ക് ഈ 50 ഡിഗ്രി അല്ലേ, ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് 50 ഡിഗ്രി, അതിവിടെ എഴുതാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്, അതല്ലെങ്കിൽ 180 ഇത് കുറച്ച് എഴുതാം. അപ്പൊ എങ്ങനെയാണെങ്കിലും എഴുതിക്കോ. ഇപ്പൊ 180 കുറക്കുകയാണെങ്കിൽ 180 മൈനസ് 60 പ്ലസ് 40 അങ്ങനെ എഴുതാം. അതായത് 180 100 കുറച്ച് കഴിഞ്ഞാൽ 80 ഡിഗ്രി. അപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗ്ഗം തിരഞ്ഞെടുക്കാം. പക്ഷേ നമ്മൾ തെറ്റാതെ എഴുതാം. എന്നിട്ട് നോക്കി അവസാനം ഇതൊക്കെ എല്ലാം കൊണ്ട് കൂട്ടി നോക്കാം, നമുക്ക് 180 കിട്ടുന്നുണ്ടോ നോക്കാം. ഒരേ ആംഗിളും 60 40 100 180 അല്ലേ? 60 40 100 180, 60 40 100 180. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കി കരുതുന്നു. ഇനി നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.